ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്നറിയാനുള്ള ആകാംക്ഷയാണ് അന്യഗ്രഹ ജീവനുകളെക്കുറിച്ചുള്ള പര്യവേഷണത്തിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാസ ഇപ്പോൾ ശുക്രനിലേക്ക് സംഗീതം അയച്ചിരിക്കുകയാണ്. അമേരിക്കൻ റാപ്പറായ മെലിസ ആർനെറ്റ ഏലിയട്ട് എന്ന മിസ്സി ഏലിയട്ടിന്റെ ദി റെയിൻ എന്ന ഗാനമാണ് ജൂലൈ 12-ന് നാസ ബഹിരാകാശത്തെത്തിച്ചത്. മിസ്സിയുടെ ദി റെയിനിലെ വരികൾ ഇനി ബഹിരാകാശത്ത് പുതിയ ആരാധകരെ കണ്ടെത്തുമോ എന്ന പ്രതീക്ഷയിലാണ് നാസ. ജൂലൈ 12-നായിരുന്നു നാസ ആദ്യമായി ഒരു ഹിപ് ഹോപ്പ് ഗാനം ബഹിരാകാശത്തേക്ക് അയച്ചത്. 1997-ൽ പുറത്തിറങ്ങിയ മിസ്സി എലിയട്ടിന്റെ സൂപ്പർ ഡ്യൂപ്പർ ഫ്ലൈ എന്ന ആൽബത്തിലെ ദി റെയിൻ എന്ന ഗാനത്തിലെ വരികളാണിത്. ഭൂമിയിൽ നിന്ന് ശുക്രനിലേക്ക് ഏകദേശം 158 ദശലക്ഷം മൈലുകളാണ് ഈ ഈരടികൾ സഞ്ചരിച്ചത്. ബഹിരാകാശ ഏജൻസിയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് വഴി വെറും 14 മിനിറ്റിനുള്ളിൽ ഈ ദൂരം പിന്നിട്ടുവെന്നതും ശ്രദ്ധേയമാണ്. ചന്ദ്രനിലേക്കും അതിനപ്പുറവുമുള്ള ബഹിരാകാശ പേടകങ്ങളിൽ നിന്നും ട്രാക്ക് ചെയ്യാനും കമാൻഡുകൾ അയക്കുവാനും ശാസ്ത്രീയ ഡാറ്റ സ്വീകരിക്കാനും അനുവദിക്കുന്ന ഭീമാകാരമായ റേഡിയോ ആന്റിനകളുടെ ഒരു നിര തന്നെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് അഥവാ DSN-നുണ്ട്. നാസയുടെ സ്പേസ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് നാവിഗേഷൻ പ്രോഗ്രാമിന്റെ ഏറ്റവും വലുതും സെൻസിറ്റീവുമായ ടെലികമ്മ്യൂണിക്കേഷൻ സേവനമാണിത്. ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് നാസ മിസ്സിയുടെ വരികൾക്ക് അന്യഗ്രഹ ആസ്വാദകരെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ നാസ ആദ്യമായിട്ടല്ല സംഗീതം ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. 2008-ലായിരുന്നു ആദ്യമായി ഒരു ഗാനം ഇത്തരത്തിൽ അയച്ചത്. അത് ദി ബീറ്റിൽസിന്റെ അക്രോസ് ദി യൂണിവേഴ്സ് ആയിരുന്നു. ഭൂമിയിൽ നിന്ന് 100 കണക്കിന് പ്രകാശവർഷം അകലെയുള്ള നോർത്ത് സ്റ്റാറിലേക്കായിരുന്നു ദി ബീറ്റിൽസിന്റെ സംഗീതം പറന്നത്. എന്നാൽ സ്പെയിനിലേക്കെത്തുന്ന ആദ്യത്തെ ഹിപ് ഹോപ്പ് ഗാനം ദി റെയിൻ തന്നെയാണ്. തന്റെ സംഗീത വീഡിയോകളിൽ ബഹിരാകാശ കേന്ദ്രീകൃത കഥപറച്ചിലുകളും ഭാവിയെക്കുറിച്ചുള്ള ദൃശ്യങ്ങളും മിസ്സി ഏലിയട്ടിന്റെ വരികളിൽ കാണാനാകും. അമേരിക്കൻ റാപ്പറും ഡാൻസറും സംഗീത സംവിധായകയുമായ മെലിസ ആർനെറ്റ ഏലിയട്ടിന്റെ ആദ്യ ആൽബവും ദി റെയിൻ എന്ന ഗാനമടങ്ങുന്ന സൂപ്പർ ഡൂപ്പർ ഫ്ലൈ ആണ്. എന്നാൽ 1997-ൽ ഇറങ്ങിയ ഈ ആൽബം ബിൽബോർഡ് 200 ചാർട്ടിൽ 3-ാം സ്ഥാനത്തെത്തിയത് അക്കാലത്ത് ഒരു വനിതാ റാപ്പർ നേടിയ ഏറ്റവും വലിയ നേട്ടമായിരുന്നു. കൂടാതെ സൂപ്പർ ഡൂപ്പർ ഫ്ലൈ ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യുക കൂടി ചെയ്തിരുന്നു. തുടർന്ന് മിസ്സി 1999-ൽ ഇറക്കിയ ദ റിയൽ വേൾഡ് ബിൽബോർഡ് റിതം ആൻഡ് ബ്ലൂസ് ചാർട്ടിൽ ഏകദേശം 1 വർഷം സ്ഥാനം പിടിക്കുകയും ചെയ്തതാണ്. അതേസമയം ബഹിരാകാശ പര്യവേഷണവും മിസ്സി ഏലിയട്ടിന്റെ സംഗീതവും എല്ലാ അതിരുകളും ഭേദിക്കുന്നതാണ് എന്ന് നാസയുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായ ബ്രിട്ടാനി ബ്രൗൺ വിശേഷിപ്പിച്ചു.